ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പാർലമെന്റിലും ഉന്നയിക്കാൻ കോൺഗ്രസ്. പാർലമെന്റ് കവാടത്തിൽ നോട്ടീസുകൾ ഉയർത്തി UDF എംപിമാർ ധർണ നടത്തി. വൈറലായ OTA KTA ഗാനം പാടിയാണ് ധർണ. സ്വർണം ചെമ്മായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ. സ്വർണം കെട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കെട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ലോഹം കെട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സഖാക്കളാണ് അയ്യപ്പ. OTA KTA സ്വർണം ചെമ്പായി മാറ്റിയേ, OTA KTA സ്വർണം ചെമ്പായി മാറ്റിയേ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ. D. ധനസുമോദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സുമോദ്, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നതിന് കോൺഗ്രസ് പറയുന്ന കാരണം എന്താണ്? പോലീസ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിജയത്തിന്റെ കാരണം ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട വിഷയം താഴെത്തട്ടിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയം ലൈവാക്കി തന്നെ ഉയർത്തി നിർത്തുക, മാത്രമല്ല ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ UDFന്റെ താല്പര്യം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ ഉള്ളിൽ ലോക്സഭയിൽ ഹൈബീഡൻ MP ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്തുണ നൽകി KC വേണുഗോപാൽ സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു മകരദ്വാരത്തിൽ ധർണയുമായി എത്തിയിരിക്കുന്നത്. കേരളത്തിലെ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ എത്തിക്കേണ്ട ഒരു നീറുന്ന പ്രശ്നങ്ങളാണ് സാധാരണ ഇത്തരത്തിൽ ഒരു മകരദ്വാരത്തിൽ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ സമരം ചെയ്യുന്നത്. ആ തരത്തിലുള്ള ഒരു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇതിപ്പോൾ കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ളവരുടെ അന്വേഷണം വേണം. കാര്യം സംസ്ഥാന സർക്കാർ നടത്തുന്ന അന്വേഷണം പോരാ എന്നുള്ള ഒരു നിലപാട് കൂടിയാണ് ഇപ്പോൾ UDF അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധയിലേക്ക് ഈ സ്വർണ്ണ മോഷണ വിഷയം, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ പാർലമെന്റ് സമ്മേളിക്കുന്നതിന് തൊട്ടു മുമ്പായി MPമാർ എത്തിയതും. മാത്രമല്ല അവർ ഈ OTA KTA എന്നുള്ള ഒരു പ്രചരണ ഗാനം, ആ പ്രചരണ ഗാനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ആണ് പാടിക്കൊടുത്തത്. ബാക്കിയുള്ള MPമാർ ഏറ്റുപാടുകയായിരുന്നു. അങ്ങനെ ഈ പാട്ട് കേട്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള MPമാർ അവിടെ എത്തുകയും എന്താണ് ഇത്തരത്തിലുള്ള സമരം എന്നുള്ളൊരു കാര്യം ചോദിക്കുകയും ചെയ്തു. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇത് ഉന്നയിക്കുകയാണ്. ഇത് കേവലം കവാടത്തിൽ മാത്രമല്ല പാർലമെന്റിന്റെ ഉള്ളിലും ഇത് നിരന്തരം ഉന്നയിക്കും. CPMനെയും ഇടതുപക്ഷ സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഈ പ്രചരണം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ MPമാർ നമ്മളോട് അറിയിക്കുന്നത്.